സമരം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ടല്ലോ. എന്ത് ഒന്നും നടക്കാനൊന്നുമില്ല, വെറുതെ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഒന്നും നടക്കാണ്ട പിന്നെ ഇത്ര ആൾക്കാർ അവിടെ പോയി നിൽക്കുന്നു. എൻ്റെ മോൻ്റെ മോൻ ഷിപ്പിലാ ജോലി, ഓൻ ക്യാപ്റ്റനാ, 3 ലക്ഷം ശമ്പളം അറിയാം. എൻ്റെ മോള് ബാംഗ്ലൂർ ഒരു കമ്പനിക്ക് ജനറൽ മാനേജറായിട്ട്. അതിന് പിന്നെ മിഞ്ഞാന്ന് നമ്മളൊരു കാറ് മേടിച്ചു, ബെൻസ്. എല്ലാ പാലാട്ടാ ഇതെല്ലാം നിങ്ങളെന്ത് നമ്മളോട് പറയുന്നത്? ഇത്രയും നടന്നിട്ട് 4 ആൾ അറിഞ്ഞിട്ടില്ല, അതിനൊരു സുഖമില്ല കേട്ടാ. അടി ഇയാളെന്തിനാ ഇതെല്ലാം നമ്മളോട് പറഞ്ഞിനി? എടാ എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ഇതിനാണ് പൊങ്ങച്ചെന്ന് പറയുന്നത്. എല്ലാ നാട്ടിലും ഉണ്ടായി ഇതുപോലത്തെ കുറയാണ്. മഴക്കാലാന്ന് പോലും എന്ത് ചൂടാന്ന് പാലാട്ടാ. ചൂട് നിനക്കല്ലേ, അഴുക്ക് നല്ല തണുപ്പാ. നീ അറിയോ, മോളെ ഭർത്താവ് മേടിച്ച 1-ാമത്തെ AC ഉണ്ട് വീട്ടിൽ. AC നിങ്ങളെ പോലെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുമോ പാലാട്ടാ? പൈസ ഉള്ളവൻ AC മേടിക്കും. നിന്റെ പൈസ ഇല്ല, എൻ്റെ പൈസ ഉണ്ട്, അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പൊ എത്രയാ കലാമേ? 50 റുപ്യ മുട്ടായൊക്കെ വാങ്ങിച്ചിട്ട് എന്നാ പരിപാടി? അതെ, മോമ്പുതി വണ്ടി ഓടിച്ചിട്ടുണ്ട്, അതിന്റെ സന്തോഷിച്ചിട്ട് നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയില്ല. എന്നാ 100 റുപ്യ. 100 അല്ലല്ലോ, 50 റുപ്യല്ലേ കൊണ്ടു. 50 അറിയാ, ബാക്കി നീ വെച്ചോ. ബാലട്ടാ 50 റുപ്യനെ മിഠായിയാണ്. പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് 100 റുപ്യ തരുന്നത്? അനക്ക് എൻ്റെ ആവശ്യം വരുന്നില്ല, അതുകൊണ്ടാണ്. എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ടോ, ബാക്കിയാടെ വെച്ചോ, ഞാൻ പോകുന്നു. മോന് ലക്ഷക്കണക്കിന് ഉറുപ്പ്യൻ്റെ വണ്ടി മേടിച്ചിട്ട് ആ കളവൻ നമ്മോടാ കാണിക്കുന്ന അഹങ്കാരം തേച്ചു. എല്ലടാ എവിടെ പോയിന്? എല്ലടാ ഇന്ന കാലം മുഴുവൻ ചളി. ഒന്നുമില്ലപ്പാ, ഫുട്ബോൾ കളിക്കാൻ പോയതാ. ഒരു ഫുട്ബോള്? എടാ ഫുട്ബോൾ കളിച്ചില്ല എന്താ കിട്ടുന്നത്? എൻ്റെ മോൻ്റെ മോനെ നോക്ക്, ഒരു ഷിപ്പിൽ 3 ലക്ഷം ശമ്പളം അറിയാ. ഓനപ്പലാകാൻ നോക്ക്. നിങ്ങളെ മോന്റെ മോനെ പോലെ ഷിപ്പിൽ വെറുതെ കുത്തിയിരിക്കാനൊന്നും പറ്റൂല. ഓരോരുത്തർക്കും ഓരോരോ പാഷൻ ഉണ്ട്. ഓൻ്റെ ഒരു പേശ. എടാ ജീവിക്കാൻ ചക്രം വേണം കേട്ടോ. എൻ്റെ മോൻ്റെ മോനെ കണ്ടുപിടിക്കും, 3 ലക്ഷം ശമ്പളം. 3 ലക്ഷം. ആ കാണുമ്പോ ഒരു 80 വയസ്സുണ്ട്, അല്ലെങ്കിൽ കള്ളക്കളവനെ അടിച്ചു വന്നേനെ. എടാ എനിക്കെത്ര ദിവസം കൂലി? 1000 റുപ്യ കിട്ടും. അപ്പോൾ ഒരു മാസം എല്ലാ ദിവസവും പണിയെടുത്താലും 30,000 റുപ്യ അല്ലേ? ഏകദേശം അത് കിട്ടും. എൻ്റെ വല്യമ്മൻ്റെ മോളമോൻ എൻ്റെ അതേ പ്രായ. ഓന് ഇൻഫോ പാർക്കിലെ പണി അറിയാ. ഓ അതെയാ? ഓന് 1.5 ലക്ഷം ശമ്പളം, എനിക്ക് 30,000 കിട്ടും. അതിനെന്നപ്പാ ആടെ ഏകദേശം ചെലവില്ലേ? ചിലവുണ്ടായില്ല, ഇന്നെപ്പോലെ കൂലിപ്പണിയല്ലല്ലോ. ഞാൻ പാർട്ട് ടൈം ആയിട്ട് തന്നെയാണ് പണിയെടുക്കുന്നത്, പിന്നെ കോഴ്സും ചെയ്യുന്നുണ്ട്. എന്ത് കോഴ്സ് പഠിച്ചിട്ടുണ്ടാ കാര്യം? ഇനി എല്ലാ കാലവും ഇങ്ങനെ തേച്ച് നടക്കലേ ഉണ്ടാവും. MDMA-യുമായി മറൈൻ എഞ്ചിനീയർ പിടിയിൽ. കണ്ണൂർ ഏച്ചൂർ സ്വദേശി റെജി ബാലനാണ് പിടിയിലായത്. ഇയാളുടെ പുതിയ ബെൻസ് കാറിൽ നിന്നുമാണ് പോലീസ് 500 ഗ്രാം MDMA കണ്ടെടുത്തത്. എന്നാലും എൻ്റെ പേരക്കുട്ടികൾ എന്നോട് ഈ ചതി ചെയ്തില്ല. എന്തൊക്കെയാ പാലാട്ടാ ഈ കേൾക്കുന്നേ? മോൻ്റെ മോനെയും മോളെയും ബാംഗ്ലൂരിൽ നിന്ന് MDMA കേസ് പൊക്കി. എല്ലാ പാലാട്ടാ, ഒരാൾക്ക് 3 ലക്ഷം, വേറൊരാൾക്ക് 1 ലക്ഷം അല്ലേ? ഇതിൽ പണിയെടുത്തിട്ട് കിട്ടിയ തന്നെ എല്ലാം ഇങ്ങനെ കടത്തിയിട്ട് കിട്ടിയതാ. ഈ കാറൊക്കെ മക്കൾ എടുത്തത് ഇങ്ങനെ ഉണ്ടാക്കിയ പൈസ തന്നെയാ. എല്ലേ തന്നെ വീട്ടിൽ നിന്ന് സൂര്യനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. നീയും കൂടി എന്നെ മക്കാറാക്കല്ലേ കലാമേ. മക്കാറാക്കല്ല പോലും ബാലേട്ടാ. നിങ്ങൾ ഈ നാട്ടിൽ കളിച്ച പൊങ്ങച്ചത്തിനില്ലേ കയ്യും കണക്കുമില്ല. കാണുന്ന എല്ലാ പിള്ളേരെയും സ്വന്തം കൊച്ചുമക്കളുമായിട്ട് കമ്പയർ ചെയ്യുക, അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മളോട് പറയുന്നു മക്കാറാക്കല്ല. പൈസൻ്റെ പുറകെ അവർ പോയപ്പോൾ മനുഷ്യത്വ സ്നേഹം അവരെ പഠിപ്പിക്കാൻ നിങ്ങൾ മറന്നുപോയി. നിങ്ങളെൻ്റെ മരുവാനാ ഫുട്ബോൾ കളിക്കാണെങ്കിൽ പോകുമ്പോൾ കളിയാക്കിയില്ലേ? ഓനിപ്പോൾ എവിടെയാ ഉള്ളേ അറിയാ? കളിച്ചടിച്ച് സ്റ്റേറ്റ് ലെവലിലേക്ക് എത്തിയിട്ടാ ഉള്ളേ. ശവത്ത് കുത്തല്ല മക്കളെ, ഇനി ആരോടും പൊങ്ങച്ചും പറയില്ല. ബാലട്ടാ, നിങ്ങൾ എനിക്ക് തന്ന 100 റുപ്യാണ്. ഇനിയിപ്പോൾ കേസും കാര്യങ്ങളൊക്കെ നടത്തണ്ടേ? അതിനോട് അതവിടെ വെച്ചേ.
ബാലേട്ടാ MDMA കടത്തനെയും കാട്ടി നല്ലത് കാലകാലം തേച്ച് നടക്കുന്നതാ.